മോദി ഭരണത്തിന് കീഴിൽ അദാനിയും കൂട്ടാളികളും ചേർന്ന് ഇന്ത്യയെ കട്ടുമുടിക്കുകയാണ് ചെയ്തത്. അതിന് കൂട്ടുനിന്നത് മോദി ഭരണകൂടവും സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കേണ്ട സെബിയുമാണ്. സെബിയുടെ ചെയർപേഴ്സൺ മാധവിപുരി ബുച്ചിന്റെ അദാനിയുമായി ചേർന്നുള്ള കാട്ടുകൊള്ള ഏതാനും നാളുകൾക്ക് മുമ്പ് വെളിച്ചത്ത് വന്നതാണ്. എന്നാൽ ഇന്ത്യയിലെ ഭരണകൂടം ഒന്നുചേർന്ന് നടത്തുന്ന അഴിമതിയായതിനാൽ ഇതിനെതിരെ ഒരു അന്വേഷണവും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴിതാ മാധവിപുരി ബുച്ചിനെതിരെ FIR സമർപ്പിക്കാൻ മുംബൈയിലെ സ്പെഷ്യൽ ACB കോർട്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത സാമ്പത്തിക കുറ്റകൃത്യമാണ് അദാനി നടത്തിയത്. ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു റിസർച്ച് റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നു. അദാനിക്കെതിരെയുള്ള അഴിമതി അന്വേഷിക്കേണ്ടത് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡാണ്. അതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു മാധവിപുരി ബുച്ച്. സുപ്രീം കോടതി പല പ്രാവശ്യം ഉത്തരവിട്ടിട്ടും അദാനിക്കെതിരെയുള്ള അന്വേഷണം ഇഴച്ചുകൊണ്ടു പോവുകയാണ് മാധവിയുടെ നേതൃത്വത്തിലുള്ള സെബി ചെയ്തത്. പിന്നീടാണ് അദാനിയുടെ കൊള്ളകളിൽ മാധവിപുരി ബുച്ചിനുള്ള നേരിട്ടുള്ള പങ്കാളിത്തം പുറത്തു വന്നത്. അപ്പോൾ അദാനിക്കെതിരെയുള്ള കുറ്റകൃത്യം സെബി അന്വേഷിക്കാത്തതിന്റെ കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദാനിയുടെ കൊള്ളയിൽ കൂട്ടുകക്ഷിയാണ് മാധവിപുരി ബുച്ച്. ഏതാനും നാളുകൾക്ക് മുൻപാണ് സെബി ചെയർപേഴ്സണായുള്ള അവരുടെ കാലാവധി അവസാനിച്ചത്. അവർക്കെതിരെയും മോദിയുടെ സർക്കാർ യാതൊരു അന്വേഷണവും നടത്തിയില്ല. കാരണം മോദിയുടെ അഴിമതിയെക്കുറിച്ച് മോദി തന്നെ അന്വേഷിക്കുകയില്ലല്ലോ. മാധവിക്കെതിരെയും സെബിയുടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഒഫീഷ്യലുകൾക്കെതിരെയും FIR സമർപ്പിക്കാനാണ് മുംബൈ കോടതി ഉത്തരവിട്ടത്. സെബിയുടെ മുഴുവൻ സമയ മെമ്പറായ അശ്വിനി ഭാട്ടിയ, ആനന്ദ് നാരായൺ, കമലേഷ് ചന്ദ്ര, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാൻ പ്രമോദ് അഗർവാൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുന്ദരരാമൻ രാമമൂർത്തി എന്നിവർക്കെതിരെയാണ് FIR സമർപ്പിക്കാൻ ഉത്തരവിട്ടത്. താനെയിൽ നിന്നുള്ള ജേർണലിസ്റ്റായ ശ്രീവാസ്തവയുടെ പെറ്റീഷനെ തുടർന്നാണ് സ്പെഷ്യൽ ജഡ്ജ് SC ബംഗാർ ഈ ഉത്തരവിട്ടത്. വലിയ തോതിലുള്ള സാമ്പത്തിക കുറ്റകൃത്യവും അഴിമതിയും സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തി എന്നാണ് പരാതിക്കാരന്റെ കംപ്ലൈന്റ്. നിങ്ങൾക്ക് എന്താണ് ഇതിന്മേൽ ഉണ്ടാവുക എന്ന് തോന്നുന്നത്? മാധവിക്കെതിരെയും ഈ പരാതിയിൽ പറഞ്ഞ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മറ്റുള്ളവർക്കെതിരെയും എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ അന്വേഷണങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുക ഇന്ത്യ ഭരിക്കുന്നവരിലായിരിക്കും. അതിനാൽ ഒന്നും സംഭവിക്കില്ല എന്ന് 100% ഉറപ്പാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന വാർത്തകൾ അതിനെ സാധൂകരിക്കുന്നതാണ്. ബോംബെ ഹൈക്കോർട്ട് ഇവർക്കെതിരെ FIR സമർപ്പിക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവ് മെക്കാനിക്കലി പാസാക്കിയതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രത്യേക കാരണമൊന്നും പറയാതെ ഇവർക്കെതിരെയുള്ള FIR തയ്യാറാക്കണമെന്ന ഉത്തരവ് ബോംബെ ഹൈക്കോടതി അങ്ങേട്ട് സ്റ്റേ ചെയ്തു. എന്താ അല്ലേ? ഹൈക്കോടതി ആന്റി കറപ്ഷൻ ബ്യൂറോ കോർട്ടിനോട് മാർച്ച് 4 വരെ ഇവർക്കെതിരെ FIR സമർപ്പിക്കരുത് എന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. സെബിക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ ബോംബെ ഹൈക്കോടതി ഈ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ കോടതികൾ വെറും കളിപ്പാവകളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം. ഇന്ത്യയിൽ നീതിപൂർവകമായി ഒരു കാര്യവും നടക്കുകയില്ല. എത്ര നീചമായ ക്രൂരമായ കുറ്റകൃത്യം ചെയ്തെങ്കിലും അത് മോദിക്കൂട്ടങ്ങളാണെങ്കിൽ അവർക്ക് ഒരു പുല്ലും സംഭവിക്കില്ല. അവസാനം കോടതിയെങ്കിലും രക്ഷയ്ക്കുണ്ടാകുമെന്ന് ഇനി ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് മനസ്സിലായല്ലോ. ദൈവം വിചാരിച്ചാൽ പോലും ഇനി ഇന്ത്യയെ രക്ഷിക്കാനാവില്ല.